ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡാണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹോങ്കോങ് അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് സെല്ലിംഗ് പ്രഷർ കണ്ട ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇന്നലെ നല്ല രീതിയിലുള്ള റാലിയാണ് കണ്ടിട്ടുള്ളത്. എൻവിഡിയ വീണ്ടും മുന്നേറുകയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ് $3.1 ട്രില്യൺ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ടെസ്ല ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും നല്ല മുന്നേറിയിരിക്കുകയാണ്. ഡൗ ജോൺസ് അറൗണ്ട് 300 പോയിൻറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ നാസ്ഡാക്ക് 223.23 പോയിൻറ്റ് ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 500 21.43 ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 12.84 ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്ന് 13.13 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ് അമേരിക്കയിൽ. യൂറോപ്പിലെ നില മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ള. പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു മിനിഞ്ഞാന്ന് നല്ല രീതിയിൽ മുന്നേറിയ മാർക്കറ്റുകളാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സർ ക്ലോസിംഗ് ആയിരുന്നു. നമ്മൾ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ആണ് ഹിറ്റ് ചെയ്തത് നിഫ്റ്റിയും സെൻസെക്സും. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ഓഹരികൾ, പ്രത്യേകിച്ച് ബാങ്ക്, IT സ്റ്റോക്കുകളാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അടുത്ത ദിവസങ്ങളിൽ 24,000 ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം ലാർജ് ക്യാപ്പ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, അതുപോലെ തന്നെ പല ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ, അഡാനി ഗ്രൂപ്പ് ഷെയർസ്, നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളൊന്നും തന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകളും പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 24,000 ക്രോസ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ CLSA സൊമാറ്റോയുടെ ടാർഗറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 248 രൂപയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. ടൈം ടെക്നോപ്ലാസ്റ്റിന് വീണ്ടും IOCയുടെ കയ്യിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 55 കോടിയാണ് ഓർഡർ സൈസ്. ഓൾറെഡി കോമ്പോസിറ്റ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ സിലിണ്ടറുകൾ ഉണ്ടാക്കാനുള്ള പെർമിഷനും ടൈം ടെക്നോപ്ലാസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. വിഷ്ണു പ്രകാശ് പുങ്കിലിയ ലിമിറ്റഡിന് 27.31 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് രംഗത്തുള്ള നല്ലൊരു കമ്പനിയാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മുന്നേറാനുള്ള ചാൻസ് കൂടുതലാണ്. യെസ് ബാങ്ക് കോസ്റ്റ് കട്ടിംഗ് മെഷർ എടുക്കുകയാണ്. വലിയ രീതിയിലുള്ള ജോബ് കട്ടിംഗ് ഒക്കെയാണ് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള. 500 പേരെ പിരിച്ചുവിടുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ ഗാർമെൻറ്റ് സെക്ടറിന് 10,000 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗാർമെൻറ്റ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ പൊതുവേ മാർക്കറ്റിൽ നമ്മളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബുള്ളിഷ് ബയാസാണ്. ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഇൻ ബിറ്റ്വീൻ വരാം. ഹയർ ലെവലിൽ പല സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ സെഗ്മെൻറ്റ് സ്റ്റോക്കുകൾ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ട്രെൻഡൊക്കെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഓവറോൾ ബയാസ് പോസിറ്റീവാണ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച പോലെ Q1 റിസൾട്ടുകൾ ഈ ധനകാര്യ വർഷത്തെ, അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസുകൾ തന്നെയാണ് മാർക്കറ്റിനെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭ സ്പീക്കർ ഇലക്ഷൻ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം മാറുകയാണ്. NDAയിൽ നിന്ന് തന്നെ സ്പീക്കർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റ് ഉണ്ടാക്കിയേക്കാം. അത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് നമുക്ക് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് ഫാളിൽ ചേസ് ചെയ്ത് വാങ്ങണമെന്നില്ല. മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫാളിൽ ഈ സ്റ്റോക്കുകൾ വാങ്ങി വെച്ചാൽ നല്ല റിട്ടേൺ കിട്ടുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.